ಕೂತುಕೊಂಡೆ ಕರಿಸಿನದರೆ ಮಾಮೆ ಮಗಳ ಮೀಸಿನ ಮೀದೆ ಕೂತುಕೊಂಡೆ ಕರಿಸಿನದರೆ ಮಾಮೆ ಮಗಳ ಮೀಸಿನ ಮೀದೆ ಆಸೆ ಒಂದು ಪಸಂಗಟಿ ಪಳಗಿ நடந்தா ಕೆಲ ಕೆಲ ಆಸೆ ಒಂದು ಪಸಂಗಟಿ ಪಳಗಿ நடந்தா ಕೆಲ ಕೆಲ ಲಾಲೆ 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 ಲಾಲೆ. ഒരിക്കലത്തെ കേരളം വേർതിരിച്ച വേദികൾ, നിലവിളികളില്ലാത്ത അടിമത്തം, കാശുമില്ലാത്തവർക്കുള്ള വിദ്യാഭ്യാസം സ്വപ്നമായിരുന്നു. ഒരു കുട്ടി സ്കൂളിലേക്കുള്ള വഴി അതിജീവനത്തിന്റെ രക്തക്കുലുക്കമായിരുന്നു. ഇന്ന് റോബോട്ടുകളെപ്പോലെ നിലവെളിച്ചം നിറഞ്ഞ കമ്പ്യൂട്ടർ ക്ലാസുകളും മെസ്സേജുകളും പറയുന്ന പ്രസംഗങ്ങളും. എന്നാൽ ഇതൊക്കെ ഉള്ളിലൊരു ചോദ്യമുണർത്തുന്നു: മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അതോ രൂപം മാത്രമാണോ മാറിയിരിക്കുന്നത്? പഴയ കേരളത്തിൽ ദളിതനായൊരച്ഛൻ തൊഴിലാളിയായിരിക്കും. ഇന്നത്തെ കേരളത്തിൽ അയാളുടെ മകൻ MBA പഠിച്ചിട്ടും പണിയില്ലാതെ നിൽക്കുകയാണ്. മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം, ട്രെയിൻ പാളം പോലെ. ഇതൊരു ചരിത്രത്തിന്റെ ചെറിയ അടയാളമാണ്. നിശബ്ദതയുടെ നടുവിലൂടെ സംസാരിക്കാൻ നോക്കിയ ഒരാളുടെ കഥ. ദളിത് ഭാഷകൾക്കും വരികൾക്കുമായി ജീവിച്ച ഒരു എഴുത്തുകാരൻ KK കൊച്ചു. 1949 കേരളത്തിന്റെ ആലപ്പുഴയിൽ ജനിച്ച KK കൊച്ചു ദളിത് ജീവിതം അനുഭവിച്ചുവെന്നും അതിനകം അതിന്റെ എഴുത്തിലൂടെ രേഖപ്പെടുത്താൻ ശ്രമിച്ചുവെന്നതുമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ദളിതൻ കേരളത്തിലെ ദളിത് സാഹിത്യത്തിന്റെ മുൻനിര പ്രതിനിധിയായിരിക്കുന്നു. കേരളം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുന്നേറ്റം കണ്ടെന്ന് പറയപ്പെടുന്നുവെങ്കിലും ദളിത് സമുദായം ഇന്നും നിലനിൽക്കുന്ന ഒറ്റപ്പെടലിനും സാമൂഹിക പരിഷ്കാരങ്ങളുടെ അപൂർണതകൾക്കും ഇരയായിത്തീരുന്നു. അധീനതയുടെ നവതലങ്ങളിൽ ഇന്നും മാറ്റം രൂപങ്ങളിൽ കാണപ്പെടുന്നു. തൊഴിൽ അവസരങ്ങൾ, ഭൂമിയുടെ അവകാശം, വിദ്യാഭ്യാസത്തിലെ അളവുകൾ. So because you can see the tribals, the dropout ratio is very high. After 8th standard, 9th standard, they won't continue the education. They jump to their profession. That means fishing, hunting. ഞാൻ എഴുതിയത് എൻ്റെ കയ്യിൽ നിന്നാണ്, എൻ്റെ കാലിൻ്റെ മണ്ണിൽ നിന്നാണ്. അതൊരു സാഹിത്യ ശൈലിയല്ല, അതെൻ്റെ ജീവിതം തന്നെയാണ്. ഇതാണ് കൊച്ചുവിൻ്റെ ശബ്ദം. ദളിത് സാഹിത്യവും രാഷ്ട്രീയവും ഇന്നത്തെ കേരളം വെല്ലുവിളിക്കുന്നു. പക്ഷേ പുതിയ തലമുറയുടെ കണ്ണുകളിൽ പ്രതീക്ഷ നിറഞ്ഞിരിക്കുന്നു. KK കൊച്ചുവിന്റെ വരികൾ നമ്മെ ചോദ്യം ചെയ്യുന്നു. നീ ഇപ്പോഴും വഞ്ചിതർക്കൊപ്പം നിന്നു കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ കേരളമാണ്. പക്ഷെ നമ്മൾ കേരളം എന്നൊരൊറ്റ കളിയിൽ അദ്ദേഹത്തെ ഒതുക്കിയിടാൻ കഴിയില്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ ബുദ്ധിജീവിയാണ്. അത് ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള അംബേദ്കറുടെ പാരമ്പര്യമുള്ള ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം. KK കൊച്ചുവിന്റെ ആത്മകഥയായ ദളിതൻ കേരളത്തിന്റെ ദളിത് സമൂഹത്തിന്റെ ജീവിതാനുഭവത്തിൽ ആഴത്തിൽ പ്രതിഫലിക്കുന്ന ഒരു പ്രധാന കൃതിയാണ്. ഈ കൃതി അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ രാഷ്ട്രീയം, സാമൂഹിക പ്രവർത്തനങ്ങൾ വരെയുള്ള അനുഭവങ്ങൾ വിശദമായി അവതരിപ്പിക്കുന്നു. 1949 ഫെബ്രുവരി 2 കോട്ടയം ജില്ലയിലെ മധുരവേളയിൽ ജനിച്ച കൊച്ചുവിന്റെ ബാല്യകാലം ദാരിദ്ര്യവും സാമൂഹിക പീഡനവും നിറഞ്ഞതായിരുന്നു. അദ്ദേഹം പുലയ സമുദായത്തിൽപ്പെട്ടവനായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന ജാതികളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടവൻ. അദ്ദേഹത്തിന്റെ കുടുംബവും സമുദായവും നേരിട്ട കഷ്ടപ്പാടുകൾ ദളിതൻ എന്ന കൃതിയിൽ വിശദമായി വിവരിച്ചിരിക്കുന്നു. ദളിതൻ കേരളത്തിലെ ദളിത് സമൂഹത്തിന്റെ ചരിത്രം, അവരുടെ സംഘാടനാ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ സമരങ്ങൾ എന്നിവയെക്കുറിച്ചും വിവരിക്കുന്നു. ഉദാഹരണത്തിന് ഊണ്ടാൻ എന്ന പുളയ യുവാവിന്റെ കഥ കൊച്ചു അവതരിപ്പിക്കുന്നുണ്ട്. സമ്പന്നരിൽ നിന്ന് മോഷ്ടിച്ച പുളയ കുടുംബങ്ങൾക്ക് നൽകുകയും പീഡനത്തിന് ഇരയായവരെ രക്ഷിക്കുകയും ചെയ്ത ഈ യുവാവ് ജാത്യാധിപത്യം ചോദ്യം ചെയ്തതിനാൽ വംശീയ വൻകിടക്കാരുടെ ക്രൂരതയ്ക്ക് ഇരയായി. അദ്ദേഹം ധാരാളം എഴുതി. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ മാത്രമല്ല, സാമൂഹിക മേഖലകളിൽ മാത്രമല്ല, സാഹിത്യത്തെ കൂടി ഈ ഒരു ദളിത് പരിപ്രേക്ഷ്യത്തിൽ, അംബേദ്കറേറ്റ് പരിപ്രേക്ഷ്യത്തിൽ വായിച്ചെടുക്കാൻ ശ്രമിച്ചു. മലയാളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ക്ലാസിക്കുകളുടെ യഥാർത്ഥത്തിലുള്ള പിന്തിരിപ്പത്തം എന്താണ്,
അതെങ്ങോട്ടാണ് നമ്മൾ അതിൻ്റെ സവർണഭാവത്വം എന്താണെന്നുള്ള മലയാളികൾക്കും നല്ല ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദർശനവും അനുഭവങ്ങളും കൃതിയിൽ പ്രതിഫലിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധവും അവയിൽ കണ്ട ജാതി പ്രാധാന്യത്തിന്റെ പരിമിതികളും അദ്ദേഹം വിശദമായി ചർച്ച ചെയ്യുന്നു. അംബേദ്കറിന്റെ സ്വാധീനം ഉൾക്കൊണ്ട് ദളിത് സമൂഹത്തിന്റെ സ്വയം ശാക്തീകരണത്തിനും അവകാശങ്ങളും നേടുന്നതിന് കൊച്ചു പ്രാധാന്യം നൽകി. ദളിതൻ എന്ന കൃതി കേരളത്തിന്റെ ദളിത് സമൂഹത്തിന്റെ ജീവിതവും അവരുടെ സമരങ്ങളും മനസ്സിലാക്കി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർബന്ധ വായനയാണ്. അത് വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ഒരു സമൂഹത്തിന്റെ സമഗ്ര ചിത്രം വരയ്ക്കുന്ന അപൂർവ കൃതി കൂടിയാണ്. കെ കൊച്ചുവിന്റെ ദളിതൻ എന്ന ആത്മകഥ വ്യക്തിപരമായ അനുഭവങ്ങളുടെ ചൂടിലൂടെയും ചിത്രപരമായ സത്യങ്ങളുടെയും ദളിത് ജീവിതത്തിന്റെ യഥാർത്ഥങ്ങൾ തുറന്നുകാട്ടുന്ന ശക്തമായ ഒരു കൃതിയാണ്. അദ്ദേഹം നേരിട്ട അത്യന്തം കഠിനമായ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളും അതിനുമീതെയുള്ള ദൗർഭാഗ്യങ്ങളും ഒരാൾ സ്വന്തം ശബ്ദം കൊണ്ടെത്തുന്നത് എത്രയോ വെല്ലുവിളികളിലൂടെയാണ് എന്നതിന്റെ ഉയർന്ന ഉദാഹരണമാണ്. ഞങ്ങൾ തോറ്റിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഈ ഔദാര്യം ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് 5 ഏക്കർ കൃഷിഭൂമിയാണ്. ഈ കൃതി വെറും ഒരു ജീവിത കഥയല്ല, മറിച്ച് കേരളത്തിന്റെ ദളിത് സമൂഹത്തിന്റെ ദീർഘകാല പീഡനത്തിന്റെയും പ്രതിരോധത്തിന്റെയും രാഷ്ട്രീയ തിരിച്ചറിവിന്റെ ഒരു ദളിത് ചരിത്രരേഖയാണ്. എഴുത്തുകാരൻ രാഷ്ട്രീയവും ആത്മാവും ഒന്നാക്കി അതിലൂടെ സമൂഹത്തെ ചോദ്യം ചെയ്യുന്നു. ഇത് വായിക്കുന്നവർക്ക് ദളിതരുടെ ഭൂതകാലവും ഇപ്പോഴത്തെ നിലയും തിരിച്ചറിയാനാവും. സാമൂഹ്യ നീതി എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ പുതിയ ചിന്തകൾ ജനിപ്പിക്കാനും ഈ കൃതി പ്രചോദനമാകുന്നു. കൊച്ചൊരു വലിയ സാധ്യതയായിരിക്കുമ്പോൾ തന്നെ, വലിയ പ്രതിരോധത്തിൻ്റെ മാതൃകയായിരിക്കുമ്പോൾ തന്നെ വർഗപരമായ ന്യൂനീകരണം എന്ന് പറയുന്നത് അപ്രസക്തമാക്കിയ ഒരാളാണ് എന്ന നിലയിൽ ഞാൻ അതിനെ കാണുന്നില്ല, വിമർശനാത്മകമായാണ് കാണുന്നത്. സ്വത്വവാദ ന്യൂനീകരണത്തിലേക്ക് പോകുന്ന ഒരു ബിംബമായി കൊച്ചടക്കം മാറരുത് എന്നൊരു ചിന്ത പങ്കുവയ്ക്കും.